ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പൊട്ടിക്കാൻ പോയപ്പോൾ നമ്മുടെ താത്തായ്ക്ക് പൊട്ടിക്കണം, എന്നാൽ താത്ത പൊട്ടിക്കട്ടെ ഗൈസ് അല്ലേ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിന്നപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ആ സാധനത്തിന് ഒരു ഇച്ചിരിയും കൂടെ സെക്യൂർ ആയിട്ടുള്ള പാക്കേജിങ് ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു പാക്കേജിങ് ഉണ്ട് നല്ലപോലെ, അതുകൊണ്ടായിരിക്കും അവർ പുറത്ത് വലിയ കാര്യമാക്കാൻ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നൂല് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ സംഭവം എന്തോന്ന് മനസ്സിലായാലും നമ്മുടെ കുട്ടപ്പായ്ക്ക് വാങ്ങിച്ചിട്ടുള്ള കളിപ്പാട്ടമാണ് ഗൈസ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നുള്ളി പറക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരെന്തോന്ന് തന്നെ പ്ലേ ജിമോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബഹളമൊക്കെ കേട്ട് നമ്മുടെ അപ്പുറത്തെ ജാൻസ് കുട്ടി ഓടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊറിയറുകാരനെ അവിടെ ആട്ടോ ആദ്യമേ ചെന്നത്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേട്ട് നമ്മൾ ഓരോന്നോരോന്ന് നുള്ളിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോക്കൊക്കെ ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന്. എന്തായാലും നമ്മളതിന് പരിഹാരം കാണുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ കാര്യത്തിൽ നമുക്ക് തിരിച്ചു വരാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയും കൂടെ നോക്കി കണ്ട് വെച്ചേക്കണം, ഇല്ലെങ്കിൽ അന്നേരം കിടന്ന് തപ്പേണ്ടി വരും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നുള്ളി പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന, പണ്ടാകെ ഉള്ളത് കീ കൊടുക്കുമ്പോഴത്തേക്ക് ഓടുന്ന ഒരു പാവ, അതുപോലെ തന്നെ പച്ച കളറിലെ ഒരു തത്തമ്മ, അതുപോലെ തന്നെ എന്ത് വരുന്നത് മറ്റേ കിലുക്കാൻ പെട്ടി, ഇതൊക്കെയാണ് നമ്മുടെ കളിപ്പാട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ സാധനങ്ങളാണോ എന്തോ. അങ്ങനെ താണ്ട് ഈ റായ്ക്കകത്ത് തൂക്കിയിടുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് പൊട്ടിച്ചോണ്ടിരിക്കും. ഇത് കണ്ണാടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന് അതിനെ കൂടെ കാണാൻ പറ്റത്തില്ല. ഇത് പുറത്തുള്ള വിഷയം മാത്രമേ കുഞ്ഞിന് അതിനകത്തൂടെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താണ്ട് ഇതാട്ടോ അതിൻ്റെ അവസാനത്തെ ലുക്ക്. അങ്ങനെ ഓരോന്നോരോന്നെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാറ്റി വലുപ്പമായിരുന്നു, ഇച്ചിരി കൂടെ നന്നായിരുന്നേനെ. അങ്ങനെ എൻ്റെ കുട്ടപ്പായ്ക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ചേട്ടാ. ബൈ, സീ യു.